ഇന്നത്തേത് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയതിൻ്റെ വ്ളോഗാണേ. എൻ്റെ ഈ ചാനലിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെത് കുക്കിംഗ് വീഡിയോസ് കുറേ എണ്ണം ഉണ്ടാവും. പിന്നെ അമ്പലങ്ങളിൽ പോകുന്നത്, പള്ളികളിൽ പോകുന്നതൊക്കെയാണ് കേട്ടോ ഉണ്ടാവുക. അങ്ങനെ നമ്മൾ രാവിലെ, അതിരാവിലെ ഒന്നുമല്ല, ഒരു 12 മണിയൊക്കെ അടുത്തപ്പോൾ പെട്ടെന്ന് തോന്നി ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ തിരുവമ്പാടി ഭാഗത്തേക്ക് ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അവിടെ പേരുകൾ കുറേ എണ്ണം ഉണ്ടാവും. അങ്ങനെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടം തിരഞ്ഞെടുത്ത്, ആനക്കാംപോയിൽ നിന്നാണേ പേര്, പതങ്കയം വാട്ടർഫാൾ എന്നും പറയും, അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനമായി. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ കോഴിക്കോട് ടൗണിൽ നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് അവിടേക്ക് പോവുകയാണ്. അവിടെ ഈ അടുത്ത് തന്നെ ഒരു കുട്ടി മരിച്ചത് കൊണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാതെ സേഫായിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്നും കണ്ട്, അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതും കൂടി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ യാത്ര. മഴ മാറിയ സമയമായതുകൊണ്ട് അത്ര വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഈ സമയം തിരഞ്ഞെടുത്തത്. പിന്നെ ഞങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഇത്രയും സമയമായി പോയി. ഇനി ഇവിടുന്ന് അത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടായാൽ തന്നെയും അവിടെ വേഗം എത്തും കേട്ടോ. കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ കുന്നമംഗലം, ഇത് കുന്നമംഗലം സ്റ്റാൻഡാണേ. കുന്നമംഗലം എത്തിക്കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് മുക്കം ഭാഗത്തേക്ക് തിരിയാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുള്ള ഭാഗമാണ് തിരുവമ്പാടിയൊക്കെ. അവിടെ കുറേ പേരുകളും ഉണ്ടാവും. അവിടെ എത്തിക്കഴിയുമ്പോൾ എല്ലാം ഒന്നായിരിക്കും, പക്ഷെ പല പല പേരുകളായിരിക്കും. അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെയും നോക്കുമ്പോൾ ഒരുപാട് പേരുകളിൽ വീണ്ടും വീണ്ടും കാണുക. അപ്പോൾ വിചാരിച്ചു ഇന്നത്തെ യാത്ര അങ്ങോട്ട് തന്നെ ആയിക്കളയാന്ന്. നമ്മളെ ജോളിൻ്റെ നാടൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ. ജോളി വർക്ക് ചെയ്ത NIT ക്യാമ്പസ് ആണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ മതിലൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. NITൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ട് നല്ലൊരു രസമുള്ള സ്ഥലമാണ് ഇതൊക്കെ. തിരുവമ്പാടി ഭാഗത്ത് തന്നെയാണ് ഉറുമി വാട്ടർഫാള്, കുമ്പിടാൻ വാട്ടർഫാള്, പിന്നെ അരിപ്പാറ വാട്ടർഫാൾ കേട്ടോ. പതങ്കയം ഒക്കെ അവിടെ തന്നെയാണ്. നമ്മൾ ആദ്യം വിചാരിച്ചു കുമ്പിടാൻ വാട്ടർഫാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ പതങ്കയത്തേക്ക് എത്തേണ്ടത്. അപ്പം ആദ്യം കുമ്പിടാൻ വാട്ടർഫാൾ പോയിട്ട് അത് കണ്ടിട്ട് അപ്പുറത്തേക്ക് പോകാമെന്നാണ് ആദ്യം കരുതിയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴികളിലൊക്കെ കാണുമ്പോൾ ആദ്യം കുറേ തെങ്ങിൻ തോപ്പുകൾ കണ്ടു. പിന്നെ കുറേ റബ്ബർ വെച്ച സ്ഥലങ്ങളാണ്. പിന്നെ വാഴക്കൃഷി, അങ്ങനെയാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് അത്ഭുതമാവും, ഇതൊക്കെ കോഴിക്കോടിൻ്റെ ഭാഗം തന്നെയാണോ എന്ന്. ഒരുപാട് സ്ഥലമുണ്ട്, കൂടുതലും കൃഷിയാണ് കേട്ടോ ഇവിടെയുള്ളവരൊക്കെ. വലിയ വലിയ വീടുകൾ, കുറേ സ്ഥലം, പിന്നെ എല്ലാ വീടിൻ്റെ മുറ്റത്തും സൈഡിലൊക്കെ ആയിട്ട് ഈ കൊടംപുളിൻ്റെ മരങ്ങളും ഉണ്ട്. അതാണ് തോന്നുന്നു അവരുടെ മെയിൻ ബിസിനസ്, അല്ല കൃഷി. അപ്പോൾ നമ്മൾ പാലം പണി നടക്കുകയായതുകൊണ്ട് കുമ്പിടാൻ വാട്ടർഫാളിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വഴി തെറ്റി വന്നപ്പോൾ കണ്ട ഒരു ചെറിയൊരു ഇതാണ് ഇതൊരു റോഡാണ്. ഇവിടെ പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. അപ്പം ഈ മഴ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്ന കാണാൻ വേണ്ടി. ഇങ്ങനെ ഈ റോഡിൽ കൂടി നമ്മൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോയി കേട്ടോ. തിരിച്ചിങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും, റോഡ് മഹാമോശമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ മുത്തപ്പൻ പുഴ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ മുന്നിൽ പോകുന്ന ഒരു കാറ് കണ്ടില്ലേ, അവരാണ് നമ്മളോട് പറഞ്ഞത് ഞങ്ങളെ പുറകെ വന്നോ, ഞങ്ങളും അങ്ങോട്ടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം വഴിയൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വഴി തെറ്റിയെന്ന് തന്നെ പറയാം. വഴി തെറ്റിയെന്ന് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോകണേ ഭയങ്കര റിസ്ക്കാണ്. മൊത്തം മഴ പെയ്തിട്ട് കല്ലുകളൊക്കെ ഉരുണ്ട് വന്ന്, അങ്ങനെ ഒരു റോഡ് അത്ര നല്ലതല്ലാത്ത റോഡുകളായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കാലാവസ്ഥയൊക്കെ മാറിയിട്ടോ. നല്ല കോട, തണുപ്പ്, അങ്ങനെ കോടയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഫുള്ള് മലകളൊക്കെയാണ് കേട്ടോ. ഇതിന് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വയനാട് ചുരമൊക്കെ എത്താനാവും കേട്ടോ. പോകുന്ന വഴികളിൽ പകുതി മുക്കാൽ സ്ഥലവും റോഡ് പണിയാണേ. പാലം പണി, റോഡ് പണി, അങ്ങനെ. മഴയായതുകൊണ്ടായിരിക്കും, നല്ല മോശമായിട്ടുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങൾ മുത്തപ്പൻ പുഴ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീടുകളുടെയൊക്കെ സൈഡ് കൂടി ഇതുപോലെ ഒരു വഴിയുണ്ട്.
ആ വഴി കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച ഭയങ്കര അതിശയമുള്ളതാണേ. മൊത്തം പാറക്കെട്ടുകളാണ് കേട്ടോ. ഞങ്ങളോട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, ദയവ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങരുത്, നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ തോന്നും, പക്ഷേ നിങ്ങളിവിടെ ദൂരെ നിന്ന് കാണാനേ പാടുള്ളൂ. കാട്ടിൻ്റെ ഉള്ളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് കുത്തി ഒലിച്ച് വരും, അതുകൊണ്ട് അങ്ങോട്ട് പോകാനേ പാടൂലെന്ന് ഞങ്ങളവർ പറഞ്ഞത് കറക്റ്റായിട്ട്. കാരണം ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടുത്തെ വലിയ വലിയ പാറക്കഷ്ണങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് അവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്, അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തുനിന്നും വേറൊരു സ്ഥലത്തുനിന്നും വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഒന്നായിട്ടാണ് ഒരുമിച്ച് ഒരു പുഴയായിട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത് താഴേക്ക്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അതാ അവിടെ ദൂരെ ഒരു ചേട്ടൻ ഇരുന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നത് ഞായറാഴ്ചയാണ്, എന്നിട്ട് വരെ ഇവിടെ ഒരു ഒറ്റ മനുഷ്യക്കുട്ടി ഇല്ല കേട്ടോ. അപ്പം ഇവിടുത്തെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് വളരെ സേഫായിട്ട് മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന അത്ര ദൂരം മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. സ്ഥലം വരുന്നത് മുത്തപ്പൻ പുഴ എന്നാണ് കേട്ടോ. ജസ്റ്റ് വന്ന് കണ്ടു പോവുക, അല്ലാതെ ഇവിടെ കളിക്കാനൊന്നും പാടൂലേ. കളിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, ഒലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും വന്ന് കളിക്കാൻ ആളുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. വെള്ളം കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ തോന്നും, അങ്ങോട്ട് ഇറങ്ങണം, കുറച്ചും കൂടി നടക്കണം, ഇത്രയല്ലേ ആഴമുള്ളൂ എന്നൊക്കെ തോന്നുവേ. പക്ഷേ എങ്ങാനും ഒന്ന് കാല് തെറ്റിപ്പോയാൽ കഴിഞ്ഞു കഥ. വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടില്ലേ, പച്ച വെള്ളം. അയ്യോ ഭയങ്കര ഭംഗിയായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒലിച്ച് വരുന്ന വെള്ളം, നല്ല തണുപ്പുമാണേ. അവർ പറഞ്ഞതുപോലെ ഞങ്ങൾ അത്ര ദൂരേക്കൊന്നും പോയില്ല, ജസ്റ്റ് കണ്ടു തിരിച്ചു വന്നു. ഞങ്ങൾ വരുന്ന വഴി എല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ 2:35 ആയപ്പോഴത്തേക്ക് നമ്മളിതൊക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഉറുമി വാട്ടർഫാളിലേക്കാണേ. ഇവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾ ബസ് കണ്ടു കേട്ടോ. ഈ മുത്തപ്പൻ പുഴ എന്ന് പറഞ്ഞിട്ട് ഒരു KSRTC ബസ് കണ്ടിരുന്നു. അത് നേരെ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെയാണ് പോയി നിർത്തുക. എന്നിട്ട് ഞങ്ങളിപ്പോൾ പോയൊരു വഴിയില്ലേ, അതിലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലാണ് ആ പുഴ കാണുക. ഇവിടെയൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടെങ്കിലും വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം വകുപ്പിന്റെ ടിക്കറ്റ് കൗണ്ടറോ അവരുടെ ഗാർഡോ ഒന്നുമില്ല. ഇതൊക്കെ ഒരു സ്ഥലങ്ങളാണ്, അതിങ്ങനെ പോപ്പുലറായി അതിങ്ങനെ ആൾക്കാർ വരിക, അവിടെ കുളിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അപകടങ്ങളൊക്കെ പറ്റുന്നത്. അപ്പം നമ്മൾ പോകുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള വഴികൾ ചോദിക്കുമ്പോൾ തന്നെ ആൾക്കാരിങ്ങനെ പറയും, വെള്ളത്തിൽ ഇറങ്ങരുത്, നിങ്ങൾക്ക് തോന്നും ഒഴുക്കില്ലാന്ന്, പക്ഷെ ഭയങ്കര ഒഴുക്കാണ്, ഞങ്ങൾക്ക് പേടിയാണ്, വഴി പറഞ്ഞുതരാന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഞങ്ങൾ ഉറുമി വാട്ടർഫാളിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. ഉറുമി വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ KSEBിൻ്റെ എന്തോ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അവിടെ. KSEBിൻ്റെ അണ്ടറിലാണ് കേട്ടോ. ഈ അവിടേക്ക് കയറാനൊന്നും പറ്റൂല, നമുക്കിങ്ങനെ ദൂരേന്നേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. മുന്നേ കയറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു ആൾക്കാർ. ഞങ്ങൾ ഈ പോയ സമയത്ത് കാണാനൊന്നും പറ്റില്ല കേട്ടോ. അല്ല, കാണാൻ പറ്റും, അങ്ങനെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഈ ഏരിയ ഒക്കെ KSEBിൻ്റെ അണ്ടറിലാണ്. അവരുടെ ഉറുമി സ്റ്റേജ് 1 പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള എന്തോ ഒരു പ്രൊജക്റ്റാണിത്. നമുക്ക് ഇതിങ്ങനെ കുറച്ച് റോട്ടിൽ നിന്ന് കാണുക എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അവർ സമ്മതിക്കില്ല. ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ. അവിടെ ഗേറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ വ്യൂവും കണ്ട് പിന്നെ ഞങ്ങളുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ചാനലിൽ കയറി 1-2 വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.